സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നമുക്ക് ഡൽഹിയിലേക്ക് എങ്ങനെ ട്രെയിൻ മുഖേന പോകാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അവസാനത്തിൽ നമ്മളൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ സീറ്റുകളില്ല, കുറച്ച് റിഗ്രറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും, അതും ബഡ്ജറ്റായിട്ട്? നമ്മൾക്ക് ആരായിട്ടും വലിയ പൈസ ഉണ്ടായിട്ടല്ലേ യാത്ര ചെയ്യുന്നത്. ഉള്ള പൈസ വെച്ച് നമ്മൾ യാത്ര ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ യാത്ര ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഏറ്റവും നല്ല രൂപം, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വരെ നോക്കുമ്പോൾ സീറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരാഴ്ചക്ക് ശേഷമുള്ള അവസ്ഥയാണ് പറയുന്നത്. സീറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കോയമ്പത്തൂരേക്ക് ഒരുപാട് ട്രെയിനുകളുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഇഷ്ടംപോലെ ട്രെയിനുകൾ സർവീസുകൾക്കുണ്ട് കോയമ്പത്തൂരേക്ക്. അപ്പം നമുക്ക് കോയമ്പത്തൂർ സെൻട്രലായിട്ടാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. എല്ലാ ആഴ്ചയിലും, അഥവാ ഒരാഴ്ചയിൽ മൊത്തം 27 ട്രെയിനുകൾ കോയമ്പത്തൂരിൽ നിന്ന് MGR സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കും ചെന്നൈ എഗ്മോറിലേക്കും താമ്പരത്തേക്കായിട്ട് അങ്ങനെ ഒരുപാട് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ട്രെയിനുകൾ നമ്മുടെ സമയത്തിൽ നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് അതിന് ബുക്ക് ചെയ്യാം. ഇഷ്ടംപോലെ അവൈലബിലിറ്റി എപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെ 13 ട്രെയിനുകൾ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് ചെന്നൈയിലേക്ക് എത്താൻ സാധിക്കും. അവിടെ നിന്ന് പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ, അഥവാ കോയമ്പത്തൂരിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക്, അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വലിയ പേരുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കുരിശുതലൈവർ ഡോക്ടർ MG രാമചന്ദ്ര സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ നാമം. നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ MGR സെൻട്രൽ റെയിൽവേ എന്ന് പറയാം. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരുപാട് വണ്ടികൾ സർവീസ് നടത്തുന്നുണ്ട്. ഡെയിലി 13ഓളം ട്രെയിനുകളുണ്ടെന്ന് നാം പറഞ്ഞു. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ഏറ്റവും കുറഞ്ഞ ടൈം എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ വന്ദേ ഭാരതുകളാണ്. വന്ദേ ഭാരത് 5 മണിക്കൂറും 50 മിനിറ്റും എടുത്തിട്ടാണ് കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിലേക്ക് സഞ്ചരിക്കുന്നത്. അതിൻ്റെ നമ്പർ 20-644. അത് ബുധനാഴ്ച ഒഴികെയുള്ള ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ സർവീസ് നടത്തുന്ന വണ്ടിയാണ്. ഇനി ഏറ്റവും കൂടുതൽ ടൈം എടുത്തിട്ട് കോയമ്പത്തൂരേക്ക് എത്തുന്ന വണ്ടി, അത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങി ധൻബാദ് വരെ പോകുന്ന ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആണ്. അതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 9 മണിക്കൂറും 20 മിനിറ്റും. അത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ആലപ്പുഴയുടെ വണ്ടിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെ വേസ്റ്റ് വണ്ടി, അഥവാ ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ള എന്ന് പറഞ്ഞൊക്കെ ബംഗാളികളുടെ വണ്ടി എന്നൊക്കെ പറയാറുണ്ട്. ആ വണ്ടിയാണ്. ഇനി പിന്നെ ചെന്നൈയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡൽഹിയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. എല്ലാ ആഴ്ചയും ഒരാഴ്ച മുഴുവൻ നാം നോക്കുകയാണെങ്കിൽ 10ഓളം ട്രെയിനുകളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. 10ഓളം ട്രെയിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് അവൈലബിലിറ്റി നമുക്കതിൽ കാണാറുണ്ട്. എന്നാൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒന്ന് തമിഴ്നാട് എക്സ്പ്രസ് ആണ്. എന്നാൽ രണ്ടാമതായി സർവീസ് നടത്തുന്ന, അഥവാ തമിഴ്നാട്ടിലെ ചെന്നൈ സെൻട്രലിൽ നിന്നും എല്ലാ ദിവസവും ഡൽഹിയിലേക്ക് സർവീസ് നടത്തുന്ന രണ്ടാമത്തെ എക്സ്പ്രസ് എന്നാൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതുപോലെ തന്നെ മംഗലാപുരം സെൻട്രലിൽ നിന്ന് ഒരു കാലത്ത് പാകിസ്ഥാനിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്, അഥവാ GT എക്സ്പ്രസ് എന്നും അതിനെ വിളിക്കാറുണ്ട്. ഈ വണ്ടിയാണ് എല്ലാ ദിവസവും ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന വണ്ടി. എന്നാൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞ സമയം എടുത്തിട്ട് നമുക്ക് നിസാമുദ്ദീനിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് 28 മണിക്കൂറും 5 മിനിറ്റും എടുത്തിട്ടാണ്. അത് നോക്കുമ്പോൾ ദുരന്തോ എക്സ്പ്രസ് ആണ്. അത് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും സർവീസ് നടത്തുന്ന വണ്ടിയാണ്. ഇനി ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ട് പോകുന്നത് ഇപ്പോഴും ഉത്കൃഷ്ട്, അഥവാ നമ്മുടെ ICF കോച്ച് ഉപയോഗിച്ച് ഓടുന്ന വണ്ടിയായ LHBയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാത്ത വണ്ടിയായ ആൻഡമാൻ എക്സ്പ്രസ്, അഥവാ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്ന് തന്നെ പിന്നെ ശ്രീമാത വൈഷ്ണവി കട്ടറയിലേക്ക് പോകുന്ന ഒരു ഉത്കൃഷ്ട് വണ്ടിയാണ് ആൻഡമാൻ എക്സ്പ്രസ്. ഇതാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. 39 മണിക്കൂറും 45 മിനിറ്റുമാണ് എടുക്കുന്നത്.
ഈ ആകെയുള്ളത് എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും. ഇതിൻ്റെ നമ്പർ 16031 ഈ രണ്ട് വണ്ടികളാണ് ഈ രണ്ട് മണിക്കൂർ, അഥവാ 28 മണിക്കൂറിൻ്റെയും പിന്നെ 39 മണിക്കൂറിൻ്റെയും ഇടയിൽ നമുക്ക് എന്താക്കാം, ഡൽഹിയിലേക്ക് പോകാം. വളരെയധികം സീറ്റുകൾ അവൈലബിലിറ്റി കിട്ടുന്ന വണ്ടിയാണ്. ഇനി നേരെ നമുക്ക് കാശ്മീരിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് വണ്ടി, ഒന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഡയറക്റ്റ് വണ്ടിയുണ്ട്. അത് ആൻഡമാൻ എക്സ്പ്രസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അതിൻ്റെ ടോട്ടൽ ടൈം വരുന്നത് 53 മണിക്കൂറും 35 മിനിറ്റുമാണ്. അത് ഉത്കൃഷ്ടമാണ്, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇത്രയും ലോങ് പോകുന്ന വണ്ടി ഇപ്പോൾ ആൻഡമാൻ എക്സ്പ്രസ് മാത്രമാണ് എന്നാണ് എൻ്റെ അറിവ്. ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു തരണം. അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് പിന്നെ ശ്രീമാത വൈഷ്ണവി കട്രയിലേക്ക് പോകുന്ന ഒരു വണ്ടിയും കൂടിയുണ്ട്. അത് ഹിമസാഗർ എക്സ്പ്രസ് ആണ്. കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടിയാണ്. ഏകദേശം പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് കട്രയിലേക്ക് 57 മണിക്കൂറും 25 മിനിറ്റും എടുത്തിട്ടാണ് ഈ വണ്ടി യാത്ര ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യാനുണ്ട്. അതൊക്കെ വൈകി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.